ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ ഡോംസിനെ പറ്റി സംസാരിക്കാം. നമ്മൾ കഴിഞ്ഞ 2-3 ക്വാർട്ടറിൽ റെഗുലറായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്ക് തന്നെയാണ് ഡോംസ് എന്ന് പറയുന്നത്. അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി വീഡിയോ ചെയ്ത സമയത്തൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി പ്രൊഡക്റ്റുകൾ, പിന്നെ കുട്ടികളുടെ ഹൈജീൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഡൈപ്പേഴ്സ് കാര്യങ്ങളൊക്കെയാണ് അവർ മെയിനായിട്ട് സെയിൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡൊമസ്റ്റിക്കിൽ സെയിൽ ചെയ്യുന്നുണ്ട്. സോ അവരുടെ റവന്യൂ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റവന്യൂ ഗ്രോത്ത് നമ്മൾ ഈ ഒരു ഫുൾ ഇയറിൽ നോക്കിയാൽ ഏകദേശം 20% റവന്യൂ, 21% റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. സെയിം ടൈമിൽ നമ്മൾ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിയാൽ ഏകദേശം 12-12.5% പ്രോഫിറ്റ് ഗ്രോത്ത് മൊത്തത്തിൽ ഈ ഒരു കമ്പനിയിൽ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ ഒരു 2-3 ക്വാർട്ടർ നോക്കിയാൽ തന്നെ സ്റ്റോക്കിന്റെ പെർഫോമൻസ്, അതായത് അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന് മുമ്പ് നോക്കി ഒരു 3 ക്വാർട്ടർ മുമ്പ് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു സെക്ടറിൽ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാണ്. നല്ല ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. കഴിഞ്ഞ ഒരു 3 ക്വാർട്ടറിൽ മെയിനായിട്ട് നടന്നുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ കൂടുതലായിട്ട് ക്യാപെക്സ് ചെയ്യുന്നുണ്ട്. അതായത് അവർ നല്ല രീതിയിൽ അവരുടെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി, കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. അവർ പുതിയ ലാൻഡ് മേടിക്കുകയും പുതിയ അവിടെ ഈ പറഞ്ഞ മാനുഫാക്ചറിംഗ് കാര്യങ്ങളൊക്കെ പ്ലാന്റുകളുടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഹൈ ക്യാപെക്സ് വന്നുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ പറഞ്ഞ മാർജിൻ കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ ഹിറ്റ് വന്നിരിക്കുക. കാരണം അവർക്ക് എക്സ്പെൻസ് കൂടുമല്ലോ. പക്ഷേ ഈ ഒരു ക്വാർട്ടറിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് ഇപ്പോൾ ഇവരുടെ മെയിൻ പ്രൊഡക്റ്റുകൾ ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ സ്കൂളിസ്റ്റിക് പ്രൊഡക്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ പെന്ന്, അല്ലെങ്കിൽ ആ രീതിയിൽ കളറിംഗ് മെറ്റീരിയൽസ്, അങ്ങനത്തെ പ്രൊഡക്റ്റാണ് മെയിനായിട്ട്. പിന്നെ ഡൈപ്പർ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ നോക്കുമ്പോഴത്തേന് ഇതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള റോ മെറ്റീരിയൽ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലാണ് മെയിൻ ആയിട്ടുള്ള റോ മെറ്റീരിയൽ. എല്ലാവർക്കും മിക്കവാറും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ക്രൂഡ് ഓയിൽ വരുന്ന സമയത്ത് എന്താ വരുന്നത്, ഇപ്പം ക്രൂഡ് ഓയിലിന് ഈ പറഞ്ഞ ക്രൈസിസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ റോ മെറ്റീരിയലിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ക്വാർട്ടറിൽ, പ്രത്യേകിച്ച് Q1 നല്ല രീതിയിൽ ഇവരുടെ മാർജിൻസ് ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ക്വാർട്ടറിൽ നല്ല രീതിയിൽ മാർജിൻസ് കാര്യങ്ങളൊക്കെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അത് മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഡൈപ്പേഴ്സ് നോക്കിയാൽ, വോപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മാർജിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 10% ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിൽ. Q1 നോക്കിക്കഴിഞ്ഞാൽ Q3 അവിടെ ഈ ഒരു ക്വാർട്ടറിലേക്ക് വരുമ്പോഴത്തേന് 6%, 6.1 ആ ഒരു പെർസെന്റേജിലേക്ക് അതിന്റെ മാർജിൻസ് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ഈ പറഞ്ഞ വോപ്പേഴ്സ് നല്ല രീതിയിൽ മാർജിൻസിനെ താഴേക്ക് വലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ മെയിൻ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഈ പറഞ്ഞ ഏകദേശം ഇവരുടെ ഒരു 60% പ്രൊഡക്റ്റുകളും ക്രൂഡ് ഓയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ് റോ മെറ്റീരിയൽ. സോ അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയറിലേക്ക് മാനേജ്മെന്റ് ഗൈഡൻസ് പറയുന്ന സമയത്തും അവർ ടോപ്പ് ലൈനിന്റെ ഗൈഡൻസ് പറയുന്നുണ്ട്. ഏകദേശം 17-20% ടോപ്പ് ലൈൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ മാർജിൻസിന്റെ ഗൈഡൻസ് പറഞ്ഞിട്ടില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിൽ ഇവർക്ക് മാനേജ്മെന്റ് തന്നെ ക്ലിയർ ആയിട്ടൊരു ധാരണയില്ല എത്ര മാർജിൻ ഇവർക്ക് മേക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പോൾ അവരുടെ പാറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 10.2% ആണ്. സോ അടുത്തൊരു ഫിനാൻഷ്യൽ ഇയർ ഇവരൊരു അറൌണ്ട് ഒരു 17-20% ആണ് അവർ ഗൈഡ് ചെയ്യുന്നതെങ്കിലും അവർ ആ ഒരു രീതിയിൽ ഇപ്പോൾ 20% തന്നെ അവർ ടോപ്പ് ലൈൻ ഗ്രോ ചെയ്താലും അവരുടെ മാർജിനിൽ ഒരു ചെറിയ ഹിറ്റ് വന്നപ്പോഴും, ഇപ്പോൾ മാർജിൻ 10 ഉള്ളത് ഏകദേശം ഒരു 9 ആയിട്ട് കുറഞ്ഞപ്പോഴും ഇവരുടെ പാറ്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവരുടെ പി റേഷ്യോ നോക്കി കഴിഞ്ഞാൽ ഏകദേശം അവർക്കുള്ള പി എന്ന് പറയുന്നത് ഏകദേശം 60 പി ഉള്ളത്. അപ്പോൾ ഒരു 20% ഗ്രോത്ത് എടുത്താൽ പോലും അവരുടെ പി റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 3 times വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേന് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ സ്റ്റോക്ക് നല്ല സ്റ്റോക്കാണ്, നല്ല ബിസിനസ്സാണ്, അവർ നല്ല രീതിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലോങ് ടൈമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്ക് തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ നോർമലി നോക്കാറ് അടുത്തൊരു 1-2 വർഷത്തേക്കുള്ള ഗ്രോത്ത് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. പക്ഷേ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന 1-2 വർഷത്തിൽ, അല്ലെങ്കിൽ വരുന്ന അടുത്ത ഫിനാൻഷ്യൽ FY27 ആ രീതിയിലുള്ള വലിയൊരു ഗ്രോത്ത് പ്രോഫിറ്റിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ അങ്ങനെയുള്ള സമയത്ത് പക്ഷേ ഇത് നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ വരുന്ന ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അടുത്ത Q2, Q3 ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഈ വാറിന്റെ ക്രൈസിസ് കാര്യങ്ങളൊക്കെ കുറയുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടുള്ള FY28, 29 നല്ല രീതിയിൽ ഒരു പക്ഷേ ഗ്രോത്ത് തരാൻ സാധ്യതയുള്ള സ്റ്റോക്ക് തന്നെയാണ്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ള ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്ക് മൂവ് ചെയ്തതിന് ശേഷം നമ്മൾ അറിയാനായിട്ട് പോകുന്നു. പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി വെച്ചിട്ട് അത്ര നല്ലൊരു ഡിസിഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് സ്റ്റോക്കിനെ പറ്റി പറയാനായിട്ടുള്ളത്. നമുക്ക് എന്തായാലും കൃത്യമായിട്ട് ഇതിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കാം. വരുന്ന ക്വാർട്ടറുകളിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാം. അതിനുശേഷം നല്ല ഓപ്പർച്യൂണിറ്റി വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.